THR അഥവാ ടേക്ക് ഹോം റേഷൻ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാര്, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നിവർക്ക് നൽകുന്ന THR അഥവാ ടേക്ക് ഹോം റേഷൻ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി പറയുന്നത്. THR പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡെയിലി ട്രാക്കിംഗ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഡെയിലി ട്രാക്കിങ്ങിൽ THR ഓർ HCM എന്നൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും. ആ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പ്രഗ്നൻ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, ചിൽഡ്രൻ 6 months to 3 years എന്നിങ്ങനെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഏത് ഗുണഭോക്താവിനാണോ നമ്മൾ THR രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഏത് ഗുണഭോക്താവിനാണോ THR രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ വലതുവശത്ത് കാണുന്ന THR എന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. FRS പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്ക് മാത്രമേ നമുക്ക് THR രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. FRS പൂർത്തീകരിച്ച ഗുണഭോക്താവാണ് എങ്കിൽ അവരുടെ THR രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം നമുക്ക് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. ഫോമിൻ്റെ മുകളിലായി തന്നെ ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഗുണഭോക്താവിനെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം THR രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടു താഴെയായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 25 ദിവസത്തേക്കാണ് നമ്മൾ THR വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 25 ഡേയ്സ് എന്ന ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു 25 ഡേയ്സ് എന്ന ഒരു ഓപ്ഷനിൽ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. തൊട്ടു താഴെയായിട്ട് നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിലവിൽ അതിലൊന്നും ചെയ്യേണ്ടതില്ല. അതിൻ്റെ താഴെയായിട്ട് വെരിഫിക്കേഷൻ മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായി തന്നെ ഗുണഭോക്താവിൻ്റെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം വ്യക്തിയുടെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് വെരിഫിക്കേഷനായിട്ട് വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗർഭിണിയുടെ ഫോട്ടോ ആണ് കാണുന്നതെങ്കിൽ ആ ഒരു ഗർഭിണിയുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. ഇനി അഥവാ പാലൂട്ടുന്ന അമ്മയുടെ ഫോട്ടോ ആണ് കാണുന്നതെങ്കിൽ ആ ഒരു പാലൂട്ടുന്ന അമ്മയുടെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇനി അഥവാ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയാണ് കാണുന്നതെങ്കിൽ അവരുടെ ഫോട്ടോയാണ് എടുക്കേണ്ടത്. അതായത് ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അവരുടെ തന്നെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ THR വിതരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ഫോട്ടോയാണോ എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കുട്ടികളുടെ ഫോട്ടോ അല്ല എടുക്കേണ്ടത്, മറിച്ച് ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ, അതല്ല അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ, അതല്ല രക്ഷിതാവിൻ്റെ ആണെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയാണ് ഇവിടെ എടുക്കേണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഫേസ് വെരിഫിക്കേഷൻ എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ഒരു ചെറിയ വട്ടത്തിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ക്യാമറ കൃത്യമായിട്ട് ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഗുണഭോക്താവിനോട് കൃത്യമായിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഇതേ രീതിയിൽ ഐ ബ്ലിങ്ക്, സ്ട്രെയിറ്റ് ഫേസ് എന്നിവ പച്ച ടിക്കിൽ വരുന്നതായിട്ട് കാണാം. ചില സമയങ്ങളിൽ ഈ ഒരു ഐ ബ്ലിങ്ക്, സ്ട്രെയിറ്റ് ഫേസ് എന്നിവ പച്ച നിറത്തിൽ വരാതെ ഹെഡ് ഡൗൺ, ഹെഡ് അപ്പ് എന്നിങ്ങനെ എഴുതി കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഫോണ് കൃത്യമായിട്ട് ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഹെഡ് അപ്പ് എന്നാണ് വരുന്നതെങ്കിൽ ഗുണഭോക്താവിനോട് മുഖം അല്പം ഉയർത്താൻ ആവശ്യപ്പെടുക. ഹെഡ് ഡൗൺ എന്നാണ് വരുന്നതെങ്കിൽ മുഖം അല്പം താഴ്ത്താൻ ആവശ്യപ്പെടുക. അതിനുശേഷം കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക. ഐ ബ്ലിങ്ക്, സ്ട്രെയിറ്റ് ഫേസ് എന്നിവയിൽ കൃത്യമായി പച്ച ടിക്ക് വന്നാൽ ഇതേ രീതിയിൽ വെരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ സാധിക്കും. അല്പസമയം കഴിഞ്ഞാൽ ഫേസ് ഒതൻറ്റിക്കേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. കൂടാതെ THR ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്നും കാണാൻ സാധിക്കും. അതിനുശേഷം ഗോ ബാക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുറകോട്ട് പോരാവുന്നതാണ്. തുടർന്ന് ഗുണഭോക്താവിൻ്റെ പേരിന് താഴെയായിട്ട് THR ഗിവൺ എന്നതിൻ്റെ നേരെ 25 ഡേയ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ THR രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് THR ഗിവൺ എന്നതിൻ്റെ നേരെ 25 ഡേയ്സ് കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി അഥവാ 25 ഡേയ്സ് എന്നതിന് പകരം 0 ഡേയ്സ് എന്നാണ് കാണുന്നതെങ്കിൽ ആ ഒരു ഗുണഭോക്താവ്
ഗുണഭോക്താവിന് THR രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ 7 days എന്നോ 15 days എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ THR തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ THR രേഖപ്പെടുത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് തെറ്റ് കൂടാതെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നത് THR വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതേ രീതിയിൽ അണേബിൾ ടു മാച്ച് ദ ഫേസ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു സാഹചര്യം നേരിടാൻ സാധ്യതയുള്ളത് THR രേഖപ്പെടുത്തുന്നതിനായിട്ട് THRൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ പെൻഡിങ് EKYC എന്നോ പെൻഡിങ് FRS എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുണഭോക്താവിൻ്റെ EKYC FRS എന്നിവ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഉടനെ തന്നെ EKYCയും FRSും പൂർത്തീകരിക്കുക, അതിനുശേഷം THR രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് THR വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.